ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് സെൻറ്റൻസുകൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, കറി ചിന്തിപ്പോയി, പാല് തിളക്കാറായിട്ടുണ്ട്, ചോറ് വേവ് കൂടിപ്പോയി, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ഇത് നമുക്ക് സിമ്പിളായി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് കറി ചിന്തിപ്പോയി. നമ്മൾ പറയാറുണ്ട് അല്ലേ, കറി താഴെ നമ്മളെ കയ്യിൽ നിന്ന് ചിന്തിപ്പോയി, കറി ചിന്തിപ്പോയി, വെള്ളം ചിന്തിപ്പോയി, പാല് ചിന്തിപ്പോയി, എല്ലാ സാധനങ്ങൾക്കും ചിന്തിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സ്പിൽഡ് എന്നുള്ള വേർഡ്. സ്പിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിപ്പോയി എന്നാണ്. അപ്പം ദ കറി സ്പിൽഡ്, ദ വാട്ടർ സ്പിൽഡ്, ദ മിൽക്ക് സ്പിൽഡ്. അപ്പം സ്പിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിപ്പോയി എന്നാണ്. അതായത് ചിന്തി അല്ലെ, പാസ്റ്റ് ആണ്. ദ കറി സ്പിൽഡ്. ഓക്കെ, നെക്സ്റ്റ് പറയാണ്, ഇനിയിപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മഴ ഭൂമിയിലേക്ക് അത് ചിന്തിപ്പോവല്ല ചെയ്യുന്നത്, അത് ഉറ്റി വീഴുകയാണ് അല്ലെ. അതിന് നമ്മൾ പറയുന്നത് ദ റെയിൻ സ്പ്ലാഷ്ഡ് എന്ന് പറയാം. അതുപോലെ ഡ്രിസിൽഡ്, ഇങ്ങനെ രണ്ട് പേരാണ് നമ്മൾ മഴ തൂവി വീഴുന്നതിന് പറയേണ്ടത്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തയല്ല, അതിങ്ങനെ വീഴുകയാണ് അല്ലെ. അപ്പൊ സ്പ്ലാഷ്ഡ്, അതുപോലെ റിസൾട്ട് എന്നും പറയാം. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, കറി നിലത്ത് ചിന്തിപ്പോയി അല്ലെങ്കിൽ കറി നിലത്തേക്ക് ചിന്തിപ്പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദ കറി സ്പിൽഡ് ഓൺ ദ ഫ്ലോർ, ദ കറി സ്പിൽഡ് ഓൺ ദ ഫ്ലോർ. കറി നിലത്ത് ചിന്തിപ്പോയി അല്ലെങ്കിൽ നിലത്തേക്ക് ചിന്തിപ്പോയി. ഓക്കെ, ഇനി നമ്മൾ പറയാറുള്ളതാണ് ചോറ് വേവ് കൂടിപ്പോയി അല്ലേ. ചോറ് വേവ് കൂടിപ്പോയി എന്ന് പറയാറുണ്ടല്ലോ. ദ റൈസ് ഈസ് ഓവർ കുക്ക്ഡ്, ദ റൈസ് ഈസ് ഓവർ കുക്ക്ഡ്. ഈ ഓവർ കുക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് കൂടിപ്പോയി എന്നാണ്. അപ്പം ദ റൈസ് ഈസ് ഓവർ കുക്ക്ഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കറി 3-4 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓവർ കുക്ക് ആകും അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിളായി പറയാം, ദ ചിക്കൻ ഈസ് ഓവർ കുക്ക്ഡ്, the chicken is overcooked, the beef is overcooked, the vegetable is overcooked. എന്തും വേവ് കൂടിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓവർ കുക്ക്ഡ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നമ്മളൊക്കെ പറയാറുള്ള ഒരു സെന്റൻസ് ആണ്, പച്ചക്കറികൾ അധികം വേവിക്കരുത് എന്ന് പറയാറുണ്ട് അല്ലെ. വേവിക്കരുത് എന്നാണ്. പച്ചക്കറികൾ ഓവർ കുക്ക് ആകരുത് എന്നാണ്. സോ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡോണ്ട് ഓവർ കുക്ക്ഡ് ദ വെജിറ്റബിൾസ്, ഡോണ്ട് ഓവർ കുക്ക്ഡ് ദ വെജിറ്റബിൾസ്. പച്ചക്കറികൾ അധികം വേവിക്കരുത്. ഓക്കെ, ചായ തിളച്ച് മറയുന്നു എന്ന് പറയാറുണ്ട്. ചായ തിളച്ച് മറയുന്നു, അതായത് ചായ തിളക്കുന്നു. ദ ടീ ഈസ് ബോയിലിംഗ്, ദ ടീ ഈസ് ബോയിലിംഗ്. ചായ തിളച്ച് മറയുന്നു അല്ലെങ്കിൽ തിളയ്ക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദ ടീ ഈസ് ബോയിലിംഗ് അല്ലെ. ഇത് ചായ മാത്രമല്ല കേട്ടോ, മിൽക്ക്, വെള്ളം, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പാല് തിളച്ച് മറയുന്നു, ദ മിൽക്ക് ഈസ് ബോയിലിംഗ്, ദ വാട്ടർ ഈസ് ബോയിലിംഗ് എന്തും പറയാട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ ചായ തിളച്ച് മറിഞ്ഞു അല്ലേ. ചായ തിളച്ച് പുറത്തേക്ക് തൂവിപ്പോയി എന്ന് പറയാറുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് ദ ടീ ഹാസ് ബോയിൽഡ് ഓവർ, ദ ടീ ഹാസ് ബോയിൽഡ് ഓവർ. ചായ തിളച്ച് മറിയുന്നു അല്ലെങ്കിൽ ചായ തിളച്ച് പുറത്തേക്ക് ചിന്തുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദ ടീ ഹാസ് ബോയിൽഡ് ഓവർ, ദ ടീ ഹാസ് ബോയിൽഡ് ഓവർ, ദ മിൽക്ക് ഹാസ് ബോയിൽഡ് ഓവർ. ഇനി കറി ആണെങ്കിൽ ദ കറി ഹാസ് ബോയിൽഡ് ഓവർ. ഓക്കെ, ഇനി ചായ തിളച്ച് ചിന്തിപ്പോയി എന്ന് പറയാറുണ്ടല്ലോ. തിളച്ച് ചിന്തിപ്പോയി എന്ന് പറയുമ്പോൾ ദ ടീ ബോയിൽഡ് ഓവർ എന്നാണ് പറയേണ്ടത് കേട്ടോ. ദ ടീ, ദ മിൽക്ക്, ദ വാട്ടർ ബോയിൽഡ് ഓവർ. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യാറുള്ളതാണ് മീൻ മുറിച്ചിട്ടില്ല അല്ലേ. ഫിഷ് കട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്, ചെയ്തിട്ടില്ല. ദ ഫിഷ് ഈസിന്റ് കട്ട്, ദ ഫിഷ് ഈസിന്റ് കട്ട്. ഫിഷ് മുറിച്ചിട്ടില്ല. ഇനി ഞാൻ മീൻ മുറിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം കട്ടിംഗ് ദ ഫിഷ്, ഐ ആം കട്ടിംഗ് ദ ഫിഷ്. നമ്മൾ പറയാറുണ്ട് ഫിഷ് ഇതുവരെ മുറിച്ചിട്ടില്ല, മീൻ ഇതുവരെ മുറിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ. ദ ഫിഷ് ഹാസിന്റ് ബീൻ കട്ട് യെറ്റ്, ദ ഫിഷ് ഹാസിന്റ് ബീൻ കട്ട് യെറ്റ്. ഫിഷ് ഇതുവരെ മുറിച്ചിട്ടില്ല. ഇനി വെജിറ്റബിൾ ഇതുവരെ മുറിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിലോ, പച്ചക്കറികൾ ഇതുവരെ മുറിച്ചിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹാസിൻ ദ വെജിറ്റബിൾ ബീൻ കട്ട് യെറ്റ്, ഹാസിൻ ദ വെജിറ്റബിൾ ബീൻ കട്ട് യെറ്റ്. വെജിറ്റബിൾ ഇതുവരെ മുറിച്ചിട്ടില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതുപോലെ നമുക്ക് മീറ്റ് പറയാം, ഫ്രൂട്ട്സ് പറയാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
മീൻ ഫ്രൈ ചെയ്യാനുണ്ട്, അതായത് നമ്മളൊക്കെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മീൻ പൊരിക്കാനുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെയാ പറയാ? ദ ഫിഷ് ഈസ് ടു ബി ഫ്രൈഡ്. ദ ഫിഷ് ഈസ് ടു ബി ഫ്രൈഡ്. മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. ഓക്കെ. ഇനി പച്ചക്കറികൾ വേവിക്കണം, അതുപോലെ ചിക്കൻ വേവിക്കണം, മീറ്റ് വേവിക്കണം, ഫിഷ് വേവിക്കണം, ഇങ്ങനെ വേവിക്കണം എന്ന് പറയാറുണ്ടല്ലോ. പച്ചക്കറികൾ വേവിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ വെജിറ്റബിൾസ് ആർ ബി കുക്ക്ഡ്. ദ വെജിറ്റബിൾസ് ആർ ബി കുക്ക്ഡ്. വെജിറ്റബിൾസ് വേവിക്കണം. ഇനി നമ്മളൊരാളോട് ചോദിക്കുകയാണ്, മീൻ വാങ്ങിയിട്ടുണ്ടോ, ഫിഷ് വാങ്ങിയിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഹാവ് യു വാങ്ങുക, ബൈ ആണ് അതിന്റെ V3 ആണ് ബോട്ട്. അപ്പോ ഹാവ് യു ബോട്ട് ദ ഫിഷ്, മീൻ വാങ്ങിയിട്ടുണ്ടോ. ഓക്കെ. നെക്സ്റ്റ് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ടോ എന്നാണെങ്കിലും ഹാവ് യു ബോട്ട് ദ വെജിറ്റബിൾസ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരാളോട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടോ അല്ലെ, അതായത് ചോറ് പാകമാക്കിയിട്ടുണ്ടോ, ചോറ് പാചകം ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഒരാളോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാവ് യു കുക്ക്ഡ് ദ റൈസ്. ഹാവ് യു കുക്ക്ഡ് ദ റൈസ്. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ ഒരാൾ നിൽക്കണം, ചോറ് വെച്ചിട്ടുണ്ടോ അല്ലെ, ചോറുണ്ടാക്കിയിട്ടുണ്ടോ, ചോറ് കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഹാവ് യു കുക്ക്ഡ് ദ റൈസ്. ഓക്കെ. മീൻ വാങ്ങാൻ അൻവർ പോയിട്ടുണ്ട്. മീൻ വാങ്ങാൻ അൻവർ പോയിട്ടുണ്ട് അല്ലെ. എങ്ങനെ പറയാ? അൻവർ ഹാസ് ഗോൺ ടു ബൈ ദ ഫിഷ്. അൻവർ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ അത് സിമ്പിൾ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാട്ടോ, അൻവർ വെന്റ്. അൻവർ പോയി ടു ബൈ ദ ഫിഷ്, ഫിഷ് വാങ്ങാൻ. ഓക്കെ. ഇനി അവൾ മാർക്കറ്റിൽ പോയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഷി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് അല്ലെ. അവൾ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പല സെന്റൻസുകളും പറയാനായിട്ട് പറ്റും. ഓക്കെ. നമ്മൾ ചോദിക്കുകയാണ്, മീൻ കൊണ്ടുവന്നാൽ നീ മുറിക്കുമോ അല്ലെ, പച്ചക്കറികൾ കൊണ്ടുവന്നാൽ നീ മുറിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. മീൻ കൊണ്ടുവന്നാൽ നീ മുറിക്കുമോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഇഫ് യു ബ്രിങ് ദ ഫിഷ്, നീ മീൻ കൊണ്ടുവന്നാൽ വിൽ യു കട്ട് ഇറ്റ് അല്ലെ. ഇഫ് യു ബ്രിങ് ദ ഫിഷ് വിൽ യു കട്ട് ഇറ്റ്. മീൻ കൊണ്ടുവന്നാൽ നീ അത് മുറിക്കുമോ. ഓക്കെ. ഇനി നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, മീൻ കൊണ്ടുവന്നാൽ ഞാൻ മുറിക്കില്ല എന്ന് പറയുകയാണെങ്കിലോ മീൻ കൊണ്ടുവന്നാൽ ഞാൻ മുറിക്കില്ല. ഇഫ് യു bring the fish, I won't cut it. If you bring the fish, I won't cut it. മീൻ കൊണ്ടുവന്നാൽ ഞാൻ മുറിക്കില്ല. ഓക്കെ. നീ അരി കഴുകിയോ, നീ അരി കഴുകിയോ. Did you wash the rice? Did you wash the rice? നീ അരി കഴുകിയോ. നെക്സ്റ്റ്, ഇതുവരെ അരി കഴുകിയില്ലേ, ഇതുവരെ അരി കഴുകിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ അരി കഴുകിയില്ലേ എന്നാണ്. അതുകൊണ്ട് തന്നെ haven't you washed the rice yet? haven't you washed the rice yet? ഇതുവരെ നീ അരി കഴുകിയില്ലേ. ഓക്കെ. ഇതുവരെ നീ പച്ചക്കറി മുറിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാം. haven't you cut the vegetables yet? ഇതുവരെ അരി വേവിച്ചിട്ടില്ലേ, ചോറ് വേവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ haven't you cooked the rice yet? ഓക്കെ. ഇങ്ങനെ പലതരത്തിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റൂട്ടോ. അരി ആ പാത്രത്തിലുണ്ട്, അരി ആ പാത്രത്തിലുണ്ട്. എങ്ങനെ പറയാ? ദ റൈസ് ഈസ് ഇൻ ദാറ്റ് ബൗൾ. ദ റൈസ് ഈസ് ഇൻ ദാറ്റ് ബൗൾ. അരി ആ പാത്രത്തിലുണ്ട്. ഓക്കെ. 4 കപ്പ് അരി എടുക്കാം അല്ലെ, 4 കപ്പ് അരി എടുക്കാം, 3 കപ്പ് അരി എടുക്കാം, 5 കപ്പ് അരി എടുക്കാം. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോ നമുക്ക് 4 കപ്പ് അരി എടുക്കാം. ഒരളവ് പറയാണ്, ലെറ്റ്സ് ടേക്ക് 4 കപ്പ് ഓഫ് റൈസ്. ലെറ്റ്സ് ടേക്ക് 4 കപ്സ് ഓഫ് റൈസ്. ഇവിടെ ഒരു അളവ് പറയുന്നത്, നമ്മൾ അളവ് പറയുമ്പം നമ്മൾ എപ്പോഴും ആ ഒരു പ്രൊഡക്റ്റിന്റെ മുമ്പിലായിട്ട് ഓഫ് ആണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. വി ക്യാൻ ടേക്ക് 4 കപ്സ് ഓഫ് റൈസ് എങ്ങനെയും പറയാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും പറയാറുണ്ട് ഒരളവ് വെച്ചിട്ടില്ലേ. നമുക്ക് കുറച്ച് പച്ചക്കറികൾ എടുക്കാം. ലെറ്റ്സ് ടേക്ക് സം വെജിറ്റബിൾസ്. നമുക്ക് കുറച്ച് പച്ചക്കറികൾ എടുക്കാം. അവിടെ സം വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയുകയാണ് ഇപ്പം 2 ടീസ്പൂൺ പഞ്ചസാര എടുക്കാം, അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചായപ്പൊടി എടുക്കാം. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ലെറ്റ്സ് ടേക്ക് 2 സ്പൂൺസ് ഓഫ് ഷുഗർ അല്ലെങ്കിൽ ടീ പൗഡർ എന്ത് വേണമെങ്കിലും പറയാം. ഈ ലെറ്റ്സിന് പകരം എന്ന് പറയാം, വി ക്യാൻ ടേക്ക് 2 സ്പൂൺസ് ഓഫ് ഷുഗർ ഇങ്ങനെ പറയാം. ഓക്കെ. എന്നാൽ പാൽ തിളക്കാറായിട്ടുണ്ട്, തീ കുറക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.